ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൻ വെള്ളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പാൽപ്പത്തിരി ആട്ടാ. അപ്പോൾ പാൽപ്പത്തിരി ഉണ്ടാക്കി നോക്കിയാൽ നല്ല ഭംഗിയില്ല. മുറിച്ചിട്ട് ഞാൻ അതിൽ ബീട്രൂട്ടൊക്കെ ഒരു ഷോക്ക് ചേർത്തപ്പോൾ നോക്കിയാൽ നല്ല ഭംഗി, കളറൊക്കെ നല്ല കളർഫുള്ളായിട്ട് കേട്ടോ, നല്ല ഭംഗിയില്ല. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളെടുത്തു. ബൗളിൽ 2 മുട്ട ആദ്യം ഉടച്ച് വീത്താട്ടോ. 2 മുട്ട ഉടച്ച് വീത്തിയിട്ടുണ്ട്. കേട്ടോ, അത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി ബീറ്റ് ചെയ്ത് ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ 1 കപ്പ് മൈദ ആദ്യം ചേർത്തു കേട്ടോ. അപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് കൂടിയും മൈദ, 2 കപ്പ് മൈദ ഇപ്പോൾ ചേർത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. നമുക്കത് കലക്കേണ്ടത് പച്ചവെള്ളത്തിലാണ് കേട്ടോ ഞാൻ കലക്കണത്. അപ്പോൾ ആദ്യം 2 കപ്പ് വെള്ളം ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കുക. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ ആ കപ്പ് കൊണ്ട് തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് ഇളക്കി ഉപ്പും മൈദയൊക്കെ കൂടി മുട്ട കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് മിക്സായി കട്ടില്ലാതെ കിട്ടണം, കട്ടില്ലാതെ ഇളക്കി ഒന്ന് യോജിച്ച് കിട്ടണം കേട്ടോ. അപ്പോൾ വെള്ളം പോരാ ഇളക്കിയപ്പോൾ കണ്ട വെള്ളം 1 കപ്പ് കൂടി നമുക്ക് ഒഴിച്ച് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. വെള്ളം കൂടുതൽ വേണം, നമുക്ക് ദോശ പോലെ പരത്തി എടുക്കണ്ടല്ലേ. അപ്പോൾ വെള്ളം ഇത് പോരാ. അപ്പോൾ ആ കട്ടയൊക്കെ ഉടഞ്ഞ് നന്നായി ബീറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. കട്ടിയില്ലാതിരിക്കണം മാവിന്, ദോശമാവ് പോലെ നമുക്ക് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ആ 1 കപ്പ് മുഴുവൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നുകൂടിയും കട്ടയില്ലാതെ നന്നായി കുറച്ച് നേരം ബീറ്റ് ചെയ്തിട്ട് നന്നായി ഇളക്കി എടുത്താൽ കട്ടയൊക്കെ പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അപ്പം മുട്ടയുടെ ഉണ്ണിയൊക്കെ നന്നായി യോജിച്ച് കിട്ടും മാവിൽ. അപ്പോൾ അതേ കണ്ട കട്ടയൊക്കെ പോയിട്ട് വിധം ലൂസായി കിട്ടിയിട്ടുണ്ട് പാകത്തിന്. അപ്പോൾ ഈ ലൂസിൽ നമുക്ക് മാവ് വേണ്ടത് കണ്ട. അപ്പോൾ കയ്യിലോണ്ട് ഒഴിച്ച് പകരുമ്പോൾ നോക്കിയൊക്കെ നല്ല കണ്ട ഈ പാകത്തിനെ വേണ്ടത് കണ്ട. ഇതുപോലെ കട്ടിയില്ലാതെ നന്നായി നല്ല നൈസായി കിട്ടും. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് പാൻ ചൂടായിട്ടുണ്ട്, ദോശ ചൂടാനുള്ളത്. ആ പാനിലേക്ക് നമുക്ക് ഒരേ കയ്യിലൊഴിച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. ഒരേ കയ്യിൽ മാവ് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് പരത്തിയിട്ട് നന്നായി ഇതുപോലെ എല്ലാ ദോശയും ചുട്ടെടുക്കണം കേട്ടോ. ഇനി അതിൽ മുകളിൽ നമുക്ക് നെയ്യോ എണ്ണയോ ഏതാന്ന് പറ്റി കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ, ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പം ഞാനതിൻ്റെ മുകളിൽ പറ്റി കൊടുക്കുന്നത് നെയ്യ് കേട്ടോ. അപ്പോൾ നെയ്യിട്ട് കുറച്ചൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ടീസ്പൂൺ എടുത്തിട്ട് ആദ്യം അതിൻ്റെ മുകളിൽ ടീസ്പൂൺ കൊണ്ട് എല്ലാവരുടെയും മുകളിൽ പറ്റി കൊടുക്കുക കേട്ടോ നെയ്യ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പത്തിരിക്ക് തന്നെ. അപ്പോൾ ഇനി ഒന്ന് കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിടാം കേട്ടോ. അടിഭാഗം ഒരു വിധമായിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് കുറച്ച് നേരം 2 മിനിറ്റ് മറിച്ചിടാം. ഉണ്ടോ? അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞാൽ ഭാഗം ആയിട്ട് 2 ഭാഗം ആയിട്ട് ഇട്ടാൽ നമുക്കിനി പത്തിരി എടുത്ത് മാറ്റാം. കണ്ടോ, പത്തിരി റെഡിയായി. അതുപോലെ എല്ലാ പത്തിരിയും ചുട്ടെടുക്കണം കേട്ടോ. അപ്പോഴേക്കും അത് ചുട്ടെടുക്കൽ മുഴുവൻ കാണിക്കുന്നില്ല. ഞാനൊരു ബൗളെടുത്തിട്ട് അതിൽ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മുട്ടയിലേക്ക് പാൽ ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 250 ml കപ്പിൽ തന്നെ ആദ്യം 1 കപ്പ് പാൽ ഒഴിച്ചു. ഇനി ഒരു കപ്പ് കൂടി ഒഴിക്കിട്ട് അങ്ങനെ 2.5 കപ്പ് പാൽ ചേർക്കണ്ടിട്ട് അതിൽ. അപ്പോൾ 1/2 ലിറ്റർ പാലോളം ചേർത്തു. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മിനിമം ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുക. പിന്നെ ഏലക്കായ ചതച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഏലക്കായ ചതച്ചിട്ട് ഇട്ട് കൊടുക്കണം. പൊടിയില്ല, പൊടി പൊടിച്ചത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഏലക്കായ ഒരു 5-6 ഏലക്കായ ചതച്ചിട്ട് കൊടുത്തു കേട്ടോ, ഫ്ലേവറിൻ്റെ മണത്തിനായിട്ട്. നന്നായി ഒന്ന് മിക്സാക്കി ഇളക്കുക കേട്ടോ. അത് മുട്ടയൊക്കെ ഒന്ന് യോജിച്ച് കിട്ടണ്ടേ. ഞാൻ കപ്പിൽ തന്നെ ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർത്തുട്ടോ മധുരത്തിൻ്റെ ആവശ്യത്തിനായിട്ട്. എന്നിട്ട് ആ പഞ്ചസാരയും കൂട്ടിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. പിന്നെ ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട് ഞാനൊരു ബീട്രൂട്ട് ചെറുതാക്കി ഗ്രൈൻഡ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാവും കേട്ടോ അത് ഇട്ട് കൊടുത്താൽ. അപ്പോൾ ഒരു കളർഫുള്ളിനായിട്ട് ബീട്രൂട്ടും ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി മിക്സാക്കി ഇളക്കി ഇതിപ്പോൾ ഒരുവിധം പരുവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ വേറെ വെച്ചിട്ട് അതിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്തെടുക്കണം, മുന്തിരി. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ടു കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒരു ഇതായിൻ്റെ. അപ്പോൾ അതെടുത്ത് മാറ്റാം നെയ്യിൽ നിന്ന്. പിന്നെ കുറച്ച് മുന്തിരിയും. ആ മുന്തിരി വേഗം ആവണ്ട കേട്ടോ. കണ്ട വേഗം പുടുന്ന തന്നെ അതിൻ്റെ. നമുക്കത് നെയ്യിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ അത് റോസ്റ്റ് ചെയ്തെടുക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് അത് പാൽപ്പത്തിരി തയ്യാറാക്കാം കേട്ടോ. അതിനായിട്ടൊരു പഴയ പ്ലേ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാവാൻ വേണ്ടിയിട്ട്. അത് ചൂടായിട്ടുണ്ട് ഇപ്പോൾ നല്ലോണം. അതിലൊരു ഇരിപ്പ് വെച്ചിട്ട് നമ്മുടെ കേക്ക് തട്ടിലാട്ടോ ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ ഇത്തിരി വലിപ്പമുള്ള കേക്ക് തട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പിടിക്കാതിരിക്കുന്ന നെയ്യൊക്കെ പറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ കണ്ട പത്തിരി ഒരു 10-12 പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ട 10-12 പത്തിരിയായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആയതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയില്ലേ അത്. അതിലിനി അടിയിൽ നെയ്യൊക്കെ പറ്റിയിട്ട് അതിൻ്റെ മുകളിൽ ഇനി നമുക്ക് ആദ്യം നമ്മൾ കലക്കി വെച്ച പാലിൻ്റെ മിക്സില്ലേ അത് ആദ്യം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പാലും മുട്ടയൊക്കെ കൂടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ മിക്സ് ആദ്യം അടിയിൽ ഒഴിക്കുക. അതിൻ്റെ മുകളിൽ ഒരു പത്തിരി വെച്ച് കൊടുക്കുക. അപ്പോൾ മുകളിൽ ഒരു പത്തിരി ആദ്യം വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ മിക്സ് ഒഴിക്കുക. അങ്ങനെ അതിൻ്റെ മുകളിൽ പത്തിരി വയ്ക്കുക. പിന്നെ അത് നമ്മൾ കൂട്ടി തയ്യാറാക്കിയ മിക്സ് ഒഴിക്കുക. അങ്ങനെ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ പാലൊഴിക്കുക. അങ്ങനെ എല്ലാ പത്തിരി ഇതുപോലെ ഇട്ടിട്ട് മിക്സ് ഒഴിച്ചിട്ട് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഇത്തിരി ഫ്ലെയിം കൂട്ടിയിട്ട് കേട്ടോ, നല്ല ഫ്ലെയിമിലിടുക. ഒന്നിങ്ങനെ പാലൊക്കെ ഒന്ന് ചൂടായി വരണ്ടേ. അപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റൊക്കെ തീ കൂട്ടിയിട്ടിട്ട് പിന്നെ സാധാരണ മീഡിയത്തിലിട്ടാൽ ആദ്യമായിട്ടാണ് ഗ്യാസ്. ഇപ്പോൾ കണ്ടതുപോലെ തന്നെ പത്തിരി ഉള്ളത് വെച്ച് പാലൊഴിച്ച് മിക്സാക്കിയിട്ടോ. ഇത് ബീറ്റ്റൂട്ടൊക്കെ ചേർത്ത കാരണം നല്ല കളറിന് നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് അതുപോലെ കഴിക്കുമ്പോൾ. ഞാൻ പാലൊക്കെ കുറച്ച് നല്ല കേക്കിൻ്റെ പോലെ ആയി കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പം ലാസ്റ്റത്തെ പത്തിരി വെച്ച് കൊടുത്തു കേട്ടോ. ലാസ്റ്റത്തെ പത്തിരി വെച്ചിട്ട് ബാക്കിയുള്ള പാലൊക്കെ അതിൽ ഒഴിക്കുക. എല്ലാം കൂടി ഫുള്ളായിട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് പാലിൻ്റെ അത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ നിന്ന് നമുക്ക് കയ്യിലുകൊണ്ട് ഇങ്ങനെ മുക്കി ഒഴിച്ചിട്ട് എല്ലായിടത്തേക്കും ഒരുപോലെ ആക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മളായിട്ട് എടുത്ത് വെച്ച മുന്തിരിയൊക്കെ ഇല്ലേ, മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. എന്നാൽ അതിൻ്റെ മുകളിൽ നോക്കി നമ്മൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നല്ല ഭംഗിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കാണാനും നല്ല ഭംഗിയില്ലേ. ഇനി ഇതൊന്ന് നല്ല മാതിരി അടച്ച് വെച്ചിട്ട് നമുക്കൊരു സാധാരണ 5 മിനിറ്റോളം കൂടുതൽ ഫ്ലെയിമിലിടുക. 5 മിനിറ്റ് കഴിഞ്ഞാൽ സാധാരണ മീഡിയത്തിൽ ഗ്യാസ് ഇട്ടിട്ട് നമുക്ക് പതുക്കെ ഒന്ന് തീ കൊണ്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 3/4 മണിക്കൂറൊക്കെ വേണ്ടി വന്നു കേട്ടോ എനിക്ക്. അപ്പോൾ ആ സമയമൊക്കെ വേണ്ടി വരും ഏതാണ്ട്. അപ്പോൾ അത് വരെ തുറക്കാതിരിക്കുക. ഒരു 25-30 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് അടച്ചു കൊടുക്കുക കേട്ടോ. കണ്ട അങ്ങനെ അടച്ച് വയ്ക്കുക 5 മിനിറ്റോളം. പിന്നെ ഞാനത് തുറന്ന ഭാഗം വീഡിയോ അത് മിസ്സായി പോയിട്ടോ. അത് പൊന്തി വരുന്ന ഭാഗം അങ്ങനെ നല്ല ഭംഗിയിൽ വെന്തിട്ട് പൊന്തി വരുന്ന ഭാഗം ഉണ്ടായിരുന്നു, എന്ത് ചന്നുണ്ടായിരുന്നു. അത് ഇപ്പം ഞാൻ വെന്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ആക്കിയതാട്ടോ. അത് പ്ലേറ്റിലാക്കിയിട്ട് നമുക്കൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ. ഇനി നല്ല ഭംഗിയിൽ നല്ല ടേസ്റ്റും ഉണ്ട്. നല്ല ഇങ്ങനെ സോഫ്റ്റായി വെണ്ണ പോലത്തെ പലഹാരമായിട്ടാക്കുക. ശരിക്കും പാൽ ഫുഡില്ലേ അതുപോലത്തെ ഒരു സ്നാക്സ് ആട്ടോ അത്. കഴിക്കാനും നല്ല ടേസ്റ്റ് കണ്ട. മാർദ്ദവായ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് പോലത്തെ സാധനം. ഒരു ചെറിയ ബീറ്റ്റൂട്ടൊക്കെ ചേർത്ത കാരണം കളർഫുള്ളായിട്ട് എന്ത് ഭംഗിയിലായിരിക്കണ. നല്ല ഹെൽത്തി ആയ പലഹാരമായിട്ടത്. എല്ലാവരും ഇതുപോലെ ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തട്ടെ. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യട്ടെ. എല്ലാവർക്കും ബൈ.